പുതിയ കേരളം, പുതിയ വായന, പുതിയ മനോരമ. മാറ്റത്തിന്റെ രുചി അറിഞ്ഞു വായിക്കാം നമ്മുടെ സ്വന്തം മലയാള മനോരമ. ഫുൾ കുറ്റിയാകാതിരുന്നത് ഭാഗ്യം, അല്ലെങ്കിൽ എന്റെ കുറ്റി തെറിച്ചേനെ. ആ സെയിം പിച്ചുണ്ട് ട്ടാ. അമ്മ ആഹാ, ഇതൊക്കെ ഉണ്ടായിട്ടാണല്ലോ എന്നിട്ട് ഓടിച്ചത്. ആകെ നാണക്കേടായി പോയനെ. എന്റെ മുമ്പിൽ കൂടെ ഉണ്ടല്ല, എന്റെ കൂടെ വർക്ക് ചെയ്ത് ജസ്റ്റ് ഇങ്ങനെ ക്രോസ്. രാത്രി ആയതുകൊണ്ട് ദൈവഭാഗ്യം കണ്ടില്ല. നാളെ പച്ചക്കറി സാധനങ്ങളൊക്കെ വാങ്ങിക്കണം. രാത്രിയായിട്ട് പോയാൽ മതി, ആരും കാണൂല. ആ അത് ശരി, ഇത് ശീലമാക്കാനുള്ള പരിപാടിയാണല്ലേ. അതേ അതൊക്കെ കഴുകി ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. എന്തായത്? ഓ ഒന്നും അറിയാത്ത പോലെ. മറ്റേതാണ് അമ്മ പറഞ്ഞിട്ടുണ്ട്, നല്ല ടാങ്ക് ആയിരുന്നു. ഇത് എനിക്ക് കുറച്ച് മതി അപ്പച്ച, നേരത്തെ കഴിച്ചാൽ. ഇത് നിന്റെ തലയിലടിച്ച് പൊട്ടിക്കണോ അല്ലെങ്കിൽ ക്ലോസറ്റിൽ ഒഴിച്ച് കളയണോ? അപ്പച്ചാ ഇനി മേലാൽ ഇതുപോലുള്ള സാധനങ്ങൾ വാങ്ങിച്ചോണ്ട് വരികയോ കഴിച്ചോണ്ട് വരികയോ ചെയ്താൽ നിന്റെ അണ്ണാക്കിൽ സ്കേലിറ്റിയെ ഛർദ്ദിപ്പിക്കും. മനസ്സിലാടാ? ഇതിന് അതിൻ്റെ അകത്തേക്ക് സ്കെയിലിടണ വളരെ നീളക്കാനാ. ഇതെടുത്ത് മാറ്റി വെക്കണത് പൊറോട്ട. ഞാൻ എല്ലാത്തിനും സംശയമുള്ളത് ഓപ്പിലെ പൊറോട്ടയും. എന്താ പച്ചാ ഇങ്ങോട്ട് മാറിക്ക്. എത്ര വർഷം എന്റെ മോൻ ഇത് കുത്താൻ തുടങ്ങിയിട്ട്? ഇത് 1 2 3. നീ എന്താ ലേലം വിളിക്കുക? ഡിസിപ്ലിൻ എന്ന് പറയുന്നത് നിനക്ക് തൊട്ട് തീണ്ടിയിട്ടില്ല. അച്ചടക്കം, മനസ്സിലായോ? ഇങ്ങോട്ട് മാറിക്ക്. എത്ര മണിക്കൂറാ റേഡിയോ സ്റ്റേഷനിൽ നിനക്ക് ജോലി? 4 മണിക്കൂർ. എത്ര? 1.5 മണിക്കൂർ. ബാക്കി സമയം എന്റെ മോൻ എന്താ ചെയ്യുന്നത്? അത് വെറുതെ ഇരിക്കുന്നതിന്റെ ഒരു തിരക്കുകൾ ഉണ്ടാവില്ല അപ്പച്ച. എന്താ? You must practice self-discipline. A man without self-discipline is a gun without a trigger. Stick it. കർത്താവേ, എല്ലാം കയ്യിൽ നിന്ന് പോവാണല്ലോ. LTT അറ്റാക്കിൽ വല്ലതും പറ്റിയതാണോ? പങ്ക്ച്വാലിറ്റി, കൃത്യനിഷ്ഠ. നാളെ മുതൽ രാവിലെ 5:30 എഴുന്നേൽക്കണം. എന്തിനാ? 1 hour exercise, then 2 മണിക്കൂർ പഠനം. അത് കഴിഞ്ഞ് ജോലി. തിരിച്ചു വന്നാൽ ഹൗസ് ക്ലീനിങ് ആൻഡ് കുക്കിംഗ്. ഉച്ചയ്ക്ക് എനിക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ഭക്ഷണം കൊണ്ടുവരണം. വൈകുന്നേരം ഷാർപ്പ് 6:30 വീട്ടിലുണ്ടായിരിക്കണം. 20 വർഷമായിട്ട് വീട്ടിൽ വരാത്ത ആളാ എന്നോട് 6:30 എത്താൻ പറയണത്. ഘടികാരം എന്തോ പുറകോട്ട് നടക്കാനുള്ളതല്ല, മുന്നോട്ട് നടക്കാനുള്ളതാണ്. ആയിക്കോട്ടെ. ഓർഡർലിനെസ്, ക്രമം പാലിക്കുക. രാവിലെ എഴുന്നേറ്റാൽ ബെഡ്ഷീറ്റ് വിരിച്ചിടണം. പാത്രങ്ങൾ കഴുകി വൃത്തിയാക്കി വെക്കണം. സ്റ്റഡി ടേബിൾ അടുക്കി ഒതുക്കി വെക്കണം. ഫ്ലവർ വേസിൽ എന്നും ഒരു പുഷ്പം കൊണ്ടുവന്ന് വെച്ചിരിക്കണം. കിടന്ന പായ തീർത്തു വെക്കാത്തവരുടെ ജീവിതത്തിൽ ഒരിക്കലും അടുക്കും ചിട്ടയും ഉണ്ടായിരിക്കില്ല. ഓക്കെ? ഇതെന്താ? ത്രിഫ്റ്റ്നെസ്, മിത വിനിയോഗം. പണം സൂക്ഷിച്ചുപയോഗിക്കണം. കൃത്യമായ കണക്കുകൾ ഇതിനകത്ത് രേഖപ്പെടുത്തണം. കിട്ടുന്ന ശമ്പളം കൊണ്ട് ഈ അക്കൗണ്ടിൽ പണമടക്കണം. നിനക്ക് പെട്രോൾ അടിക്കാൻ ഡെയിലി 58 രൂപ 60 പൈസ തരും. ഇപ്പൊ വില കൂടി. ചെറിയൊരു ഹോള് മതി വലിയൊരു കപ്പൽ മുങ്ങാൻ. അത് മറക്കണ്ട. നിന്റെ ഒരു കളി അവിടെ നടക്കില്ലടാ മോനെ. നിന്നെക്കാളും അലമ്പന നിന്റെ അപ്പച്ചൻ.